പാചക പരീക്ഷണം റമദാനിൽ ദയവായിട്ട് വേണ്ട. എല്ലാവരും പുതിയ അപ്പത്തരങ്ങളും പുതിയ പലഹാരങ്ങളും പുഡിങ്ങും ചട്നിയും അതേപോലെയുള്ള അപ്പത്തരങ്ങളും ഒക്കെ പരീക്ഷിക്കുക റമദാനില്ല. നമ്മളെ ഉമ്മാരെ സമയമാണ് പോകും. ഞാൻ വളരെ ദയവായിട്ട് പറയണം, നിങ്ങൾ ഉണ്ടാക്കിക്കോളി, വേറെ മാസം ഉണ്ടാക്കിക്കോളി. അതിന് ഈ മാസം തന്നെ സകല ചാനലുകളിലും സ്പെഷ്യൽ പരിപാടി ആയിരിക്കും. അത് വേറെ മാസത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചോളിയേ. എങ്ങനെ ആ പത്തിരി ഉണ്ടാക്കാം, എങ്ങനെ ഇതുണ്ടാക്കാം, ഇങ്ങനെ അതുണ്ടാക്കാം. എന്നിട്ട് അതിലേക്കുള്ള ചേരുവകളുണ്ടല്ലോ, അതിലേക്കുള്ള ചേരുവകൾ ഇന്ന് വരെ നമുക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വീട്ടിൽ നിന്ന് ബില്ലിട്ടിയാൽ നമുക്ക് മനസ്സിലാവില്ല. എന്നിട്ട് തെരഞ്ഞ് നടക്കുക അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ, ഇതേതാ സാധനം, ഇതേതാ സാധനം. അതന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കൂട്ട് ശരിയായില്ലെങ്കിൽ. അതുകൊണ്ട് പുതിയ പലഹാരങ്ങൾ പരീക്ഷിക്കണ്ട. എല്ലാവർക്കും അറിയാം, നോമ്പ് കാലത്ത് ഉണ്ടാക്കുന്ന ചില വിഭവങ്ങളുണ്ട്. അത് ജില്ലക്കനുസരിച്ച് മാറും. ചിലർക്ക് തരിക്കഞ്ഞ് ഇഷ്ടമുണ്ടാവില്ല, ചിലർക്ക് സമൂസയാവും വേണ്ടത്, ചിലർക്ക് വേറെ വല്ലതോ. നിങ്ങൾക്ക് ആ തുടരുന്നത് എന്താണോ അത് ചെയ്താൽ മതി. എന്നാൽ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തടി കഴിച്ചിലാക്കാം. അവർക്ക് ഇബാദത്ത് ചെയ്യണ്ടേ? പുതിയ പരീക്ഷണങ്ങൾ വേണ്ടാന്ന് ഞാൻ പറയുന്നത്. അത് നമ്മളെ സമയം കളയും. പർച്ചേസിങ്ങിന് ഇറങ്ങിയാൽ അത് പർച്ചേസിന് പോകണവൻ്റെ സമയവും കളയും. അപ്പം അതാണ് മറ്റൊരു ശുഗലാകുന്ന കാര്യം. വേണ്ടാന്ന് വെക്കുക. ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കിക്കോളി. നമുക്ക് ശീലമുള്ളതൊക്കെ അല്ലേ, ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. അതാണ് ഉണ്ടാക്കുക. തീറ്റ കുറക്കുക. തീറ്റ കുറക്കുന്നത് എന്തിനാ? ഇബാദത്തിന് കൂടുതൽ ഉന്മേഷം കിട്ടാൻ.